ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗോവിന്ദായ രാധികായ ഹരേ കൃഷ്ണായ കൃഷ്ണഭക്തായ ഭക്തായ ശിലപ്രഭാതിക്ക് ജയ. ഗുരുമരാജ് ജയ. നിതായ ഗൗരപ്രേമാനന്ദ ഹരി ഹരി. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം അന്ത്യലീല 1-ാം അധ്യായം. ശ്ലോകം നമ്മൾ ഇന്നലെ 130 ശ്ലോകങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ओम नमो भगवते वासुदेव। प्रभु कहे कहा के ना कर संगो जलजे വൃന്ദേര ഫല ശുനൈവ വൈഷ്ണവ സമാജെ. താങ്കൾ എന്തിനു ലജ്ജിക്കുന്നു? താങ്കൾ അത് ചൊല്ലണം, എങ്കിലേ താങ്കളുടെ രചനയുടെ സത്ഫലം ഭക്തർക്ക് ശ്രവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് മഹാപ്രഭു രൂപഗോസ്വാമിയെ പ്രോത്സാഹിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഉള്ള ശ്ലോകമാണ് അല്ലെ. അപ്രകാരം രൂപഗോസ്വാമി ആ ശ്ലോകം ചൊല്ലിയപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു അത് അംഗീകരിച്ചില്ല. എന്തെന്നാൽ അതിൽ അവിടുന്ന് മഹിമാനങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു, അത് അതിശയോക്തി കലർന്ന സ്തുതിയാണെന്ന് അവിടുന്ന് അഭിപ്രായപ്പെട്ടു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ട് രൂപഗോസ്വാമി ചൊല്ലിയപ്പോൾ അത് ചൈതന്യ മഹാപ്രഭു ഇഷ്ടപ്പെട്ടില്ല, അത്ര കണ്ട് അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ്? ചൈതന്യ മഹാപ്രഭു ഒരിക്കലും ഞാൻ ഭഗവാനാണ് എന്ന് അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അല്ലെ. ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നിട്ടുള്ളതാണ് ഭഗവാൻ. എന്താ പറയാ, രാധാറാണിയുടെ ഭാവത്തിൽ രാധാറാണിയുടെ എന്താ ഭഗവാന്റെ സ്നേഹം അറിയാനായി രാധാറാണിയുടെ ഭാവത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ഭഗവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രസങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. എല്ലാവരും ഭഗവാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ആരാധിക്കാനും പ്രണമിക്കാനും തന്നെ സമയം ഉണ്ടാവുള്ളൂ ആൾക്കാർക്ക് അല്ലെ. അതുകൊണ്ട് മഹാപ്രഭുവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഒരിക്കലും എന്താ പറയാ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഭഗവാനാണെന്ന് പറയുമ്പോൾ തന്നെ ചൈതന്യ മഹാപ്രഭു ചെവികൾ രണ്ടും പൊത്തിയിരുന്നു അല്ലെ. നേരത്തെ നമ്മൾ കണ്ടു സാർവഭൗമ ഭട്ടാചാര്യ അങ്ങ് ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ശ്ലോകം എഴുതിയപ്പോൾ ആ പനയോല കീറിച്ചാടുകയുണ്ടായി അല്ലെ. അതുപോലെ ഇവിടെ രൂപഗോസ്വാമി പറഞ്ഞപ്പോഴും അത് അംഗീകരിച്ചില്ല. രൂപഗോസ്വാമി ചൊല്ലിയിട്ടുള്ള ആ ശ്ലോകം ഇതായിരുന്നു: അനാർപ്പിത ചരിം ജിരാത് കരുണയാവതീർണ കലോ. അനാർപ്പിത ചരിം ജിരതാർ കരുണയാവതീർണ കലോ. സമർപ്പയിതും ഉന്നതോ ജലരസാം സ്വഭക്തി ശ്രിയം. ഹരിപുരട സുന്ദരത്യുതകം കദംബ സന്ദീപിത. സദാ ഹൃദയ കന്ദരേ സ്ഫുരുതുവാ ശചീനന്ദന. ശചീനന്ദനായ പരമപുരുഷ ഭഗവാൻ സദാ നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് ദിവ്യമായി സ്ഥിതി ചെയ്യട്ടെ. അവിടുന്ന് തന്റെ അഹേതുകമായ കാരുണ്യത്താൽ ഒരുക്കിയ സ്വർണത്തിന്റെ ഉജ്ജ്വല ശോഭയോടുകൂടി ഈ കലിയുഗത്തിൽ അവതരിച്ചിരിക്കുന്നു. മറ്റൊരു അവതാരവും മുമ്പൊരിക്കലും നൽകിയിട്ടില്ലാത്ത ഭക്തിത സേവനത്തിന്റെ പരമോത്കൃഷ്ടമായ മാധുര്യ പ്രേമരസം നൽകുവാനാണ് അവിടുന്ന് അവതരിച്ചിരിക്കുന്നത്. അവിടുന്ന് സന്നിഹിതരായിരുന്ന എല്ലാ ഭക്തരും ഈ ശ്ലോകത്തെ അത്യന്തം വിലമതിക്കുകയും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയമായ രചനയ്ക്ക് ശ്രീല രൂപഗോസ്വാമിയുടെ കൃതാർത്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു. രാമാനന്ദരായർ ചോദിച്ചു, താങ്കൾ കഥാപാത്രങ്ങളുടെ സംഘത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? രൂപഗോസ്വാമി മറുപടി പറഞ്ഞു, കഥാപാത്രങ്ങൾ അനുയോജ്യമായ സമയത്ത് പ്രവർത്തക എന്ന അവതരണത്തിൽ സമ്മേളിക്കുന്നു. അഭിനേതാക്കളുടെ പ്രവേശനം ഉചിതമായ സമയത്തായാൽ പ്രേരിതമാകുമ്പോൾ ആ പ്രവേശനത്തെ പ്രവർത്തകം എന്ന് വിളിക്കുന്നു. വസന്തകാലം വരവായി അവരുടെ ലീലകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി അതിസുന്ദരിയായ ശ്രീമതി രാധാറാണിയെ രാത്രി നവാനുരാഗത്തോടെ സന്ധിക്കുവാൻ സർവദാ പരിപൂർണനായ പരമപുരുഷ ഭഗവാനെ ആ വസന്തകാല പൂർണ്ണചന്ദ്രൻ പ്രേരിപ്പിച്ചു. രാമാനന്ദരായർ പറഞ്ഞു, ദയവായി പ്രരോചന ഭാഗം ചൊല്ലുക, അപ്പോൾ എനിക്കത് കേൾക്കുകയും പരിശോധിക്കുകയും ചെയ്യും. നിരൂപൻ മറുപടി പറഞ്ഞു, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം പ്രരോചനം കേൾക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇവിടെ പ്രഭാതർ പറയുന്നു, സ്ഥലകാലങ്ങൾ, നായകൻ, കാണികൾ എന്നിവരെ പുകഴ്ത്തി കാണികളെ കേൾക്കുന്നതിനായി കൂടുതൽ കൂടുതൽ ആകാംക്ഷാഭരിതരാകാൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് പ്രരോചനം എന്ന് വിളിക്കുന്നത്. ഭക്താനാം ഉദഗാത് അനർഗളദീയാം വർഗോ നിസർഗോ ജലഃ ശീലേ പല്ലവിത സവല്ലവ വധുബന്ധോ പ്രബദ്ധോ അപ്യസോ ലേഭേ ചത്വരതാം ച താണ്ഡവ വിദോർവൃന്ദാടവീ ഗർഭുർ മന്യേ മദ്വിത പുണ്യമണ്ഡല പരീപകോ അയം മുന്മീലതിഹി. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഭക്തർ സദാ ഭഗവത് സ്മരണ പുലർത്തുന്ന ഉന്നത ശ്രേണിയിലുള്ളവരാണ്. വിദഗ്ധ മാധവം എന്ന ഈ ഗ്രന്ഥം കാവ്യാത്മകമായ അലങ്കാരങ്ങളോടുകൂടി ഭഗവാൻ കൃഷ്ണന്റെ നൈസർഗികമായ ലീലകൾ ചിത്രീകരിക്കുന്നു. വൃന്ദാവനത്തിന്റെ ഉൾപ്രദേശങ്ങൾ ഗോപികമാരുമൊത്തുള്ള കൃഷ്ണന്റെ നൃത്തത്തിന് വേദിയൊരുക്കുന്നു. അതിനാൽ ഭക്തി സേവനത്തിൽ പുരോഗതി നേടാൻ ശ്രമിച്ച നമ്മെ പോലുള്ളവരുടെ പുണ്യകർമ്മങ്ങൾ ഇപ്പോൾ പരിപാകമായതായി ഞാൻ കരുതപ്പെടുന്നു. വിദഗ്ധ മാധവത്തിന്റെ 1-ാം രംഗത്തിലെ 8-ാം ശ്ലോകമാണ്. അഭിവ്യക്തമത്ത പ്രകൃതിയില ഗുരുപാത വിബുധ വിധാത്രിയ സിദ്ധാർത്ഥാൻ ഹരിഗുണമയി വാകൃതിറിയം പുളകേന്ദനാഭിയഗ്നികിം സമിതം ഉന്മത്യജനിതോ ഹിരണ്യശ്രേണീനാമപഹരതി നാന്തകലുഷതാം. അല്ലയോ അഭിജ്ഞരായ ഭക്തരെ, ഞാൻ പ്രകൃതി ആജ്ഞനും അധമനുമാണ്. എന്നിട്ടും എന്നിൽ നിന്നാണ് വിദഗ്ധ മാധവം വന്നതെങ്കിലും അത് പരമപുരുഷ ഭഗവാന്റെ ദിവ്യമായ ഗുണവിശേഷങ്ങളുടെ വർണ്ണനകളാൽ പൂരിതമാണ്. അതിനാൽ അത്തരമൊരു സാഹിത്യം അത്യുന്നതമായ ജീവിത പൂർണ്ണത നൽകുകയില്ലേ? വിറകിന് തീ കൊളുത്തിയത് താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിക്ക് സ്വർണത്തെ ശുദ്ധീകരിക്കാൻ കഴിയും. അതുപോലെ ഞാൻ സ്വതവേ വളരെ അധമനാണെങ്കിലും ഈ ഗ്രന്ഥത്തിന് കനകമയരായ ഭക്തരുടെ ഹൃദയങ്ങളെ അഴുക്കുകൾ നീക്കി ശുദ്ധീകരിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ രൂപഗോസ്വാമി എഴുതിയിട്ടുള്ളതാണ് വിദഗ്ധ മാധവം, അല്ലെ? ലളിതമാധവം, വിദഗ്ധമാധവം. വിദഗ്ധ മാധവത്തിലെ വൃന്ദാവനത്തിലെ ലീലകളും ലളിതമാധവത്തിലെയും ദ്വാരകയിലെയും മധുരയിലെയും ലീലകളും. അപ്പൊ ഇവിടെ പറയുന്നു രൂപഗോസ്വാമി ഞാൻ അത്രയും പതിതനാണ്. അപ്പോ അതുകൊണ്ട് അത് ഒരു ഉദാഹരണം പറയുന്നു, അല്ലെ? വിറകിന് താഴ്ന്ന കുലത്തിലുള്ള ആള് വിറകിനെ തീ കൊടുത്തിയാലും അതില് സ്വർണം ഒരുക്കിയിട്ട് ശുദ്ധീകരിക്കാൻ പോകും. അതുപോലെ ഞാൻ എത്ര അധമനാണെങ്കിലും ഗ്രന്ഥത്തിന് കനകമയരായ ഭക്തരുടെ ഹൃദയങ്ങളെ അഴുക്കുകൾ നീക്കി ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് രൂപഗോസ്വാമി പറയുന്നു. രാമാനന്ദരായ രൂപഗോസ്വാമിയോട് കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള പ്രേമ വ്യവഹാരങ്ങളുടെ കാരണങ്ങളെ പറ്റി, പൂർവാനുരാഗം, പ്രേമവികാരം, പ്രേമത്തിനു വേണ്ടിയുള്ള ഉദ്യമങ്ങൾ, കൃഷ്ണനോടുള്ള ഗോപികമാരുടെ പ്രേമ ഉദയം വെളിപ്പെടുത്തുന്ന കത്തുകളുടെ വിനിമയങ്ങൾ തുടങ്ങിയവ അന്വേഷിച്ചു. ഇതിൽ രൂപഗോസ്വാമി ക്രമേണ രാമാനന്ദരായരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി. അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ട് ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരെല്ലാം അത്ഭുത സ്തബ്ധരായി. ഏകസ്യ ശ്രുതമേവലുംബതിമതീം കൃഷ്ണേതി നാമാക്ഷരം സാന്ദ്രോന്മാദ പരമ്പരാമുപനയതി അന്യസ്യ വംശീ കലഹ ഏഷ സ്നിഗ്ധഗനദ്യുതിർമനസി മേ ലഗ്ന പടേ വിഷ്ണാത് കഷ്ടം ദിക്പുരുഷത്രയരതിർ അപുന്മന്യേ മൃതി ശ്രേയസി. കൃഷ്ണനോടുള്ള പൂർവരാഗം അനുഭവിച്ചുകൊണ്ട് ശ്രീമതി രാധാറാണി ചിന്തിച്ചു, കൃഷ്ണൻ എന്ന വ്യക്തിയുടെ നാമം കേട്ടപ്പോൾ മുതൽ ഫലത്തിൽ എനിക്കെന്റെ സുബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിമനോഹരമായി ഓടക്കുഴലുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആ വേണുനാഥം കേട്ട് കഴിഞ്ഞുടൻ എന്റെ ഹൃദയത്തിൽ തീവ്രമായ ഉന്മാദം ഉണരുന്നു.
പിന്നീട് വീണ്ടും ഒരു വ്യക്തിയുടെ മിന്നലൊളി പോലെ മനോഹരമായ കാന്തി അയാളുടെ ചിത്രത്തിൽ കാണുമ്പോൾ എന്റെ മനസ്സ് അയാളിൽ ആസക്തമാകുന്നു. അതുകൊണ്ട് ഞാൻ കഠിനമായി ശിക്ഷിക്കപ്പെടേണ്ടവളാണെന്ന് ഞാൻ കരുതുന്നു. എന്തെന്നാൽ ഞാൻ ഒരേ സമയം 3 വ്യക്തികളിൽ ആസക്തരായിരിക്കുന്നു. ഇതുമൂലം മരണമായിരിക്കും എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇതും വിദഗ്ധ മാധവത്തിൽ നിന്നുള്ള ശ്ലോകമാണ്. എന്റെ പ്രിയ സഖി, ശ്രീമതി രാധാറാണിയുടെ ഈ തീവ്രമായ ഹൃദയസ്പന്ദനങ്ങൾ ഭേദമാക്കുവാൻ അത്യന്തം പ്രയാസമാണ്. വൈദ്യ ചികിത്സ നൽകിയാൽ പോലും അത് അപകീർത്തിയിലെ പര്യവസാനിക്കൂ. ഹേ പ്രിയ സുന്ദര, അങ്ങയുടെ ചിത്രത്തിന്റെ ഹൃദ്യമായ കലാചാതുര്യം ഇപ്പോൾ എന്റെ മനസ്സിനുള്ളിൽ പതിഞ്ഞിരിക്കുന്നു. അങ്ങിപ്പോൾ എന്റെ മനോമന്ദിരത്തിൽ വസിക്കുന്നതിനാൽ അങ്ങയെക്കുറിച്ചുള്ള വിചാരങ്ങളാൽ അസ്വസ്ഥമായി. ഞാൻ എവിടേക്ക് ഓടിപ്പോകാൻ ആഗ്രഹിച്ചാലും പ്രിയ സുഹൃത്തെ, അങ്ങ് എന്റെ മാർഗം തടയുന്നു. മയിൽപ്പീലികൾ മുന്നിൽ കണ്ടാലുടൻ ഈ പെൺകുട്ടി വിറച്ചു തുടങ്ങുന്നു. ചിലപ്പോൾ ഗുഞ്ചഹാരം, ചെറുശംഖുകളുടെ മാല കണ്ടാൽ അവൾ കണ്ണുനീരൊഴുക്കി ഉച്ചത്തിൽ കരയുന്നു. ഈ പാവം പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഏത് തരത്തിലുള്ള ഹർഷോന്മാദത്തിന്റെ പുതിയ സ്വാധീനമാണ് പ്രവേശിച്ചുള്ളതെന്ന് എനിക്കറിയില്ല. ഇത് അത്ഭുതകരമായും അഭൂതപൂർവമായും വേദിയിൽ നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയുടെ നർത്തന മനോഭാവമാണ് അവൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ശ്രീമതി രാധാറാണി അവളുടെ നിത്യസഖിയായ വിശാഖയോട് പറഞ്ഞു, പ്രിയ സഖി, കൃഷ്ണൻ എന്നോട് നിർദ്ദയനാണെങ്കിൽ നീ കരയേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ അത് നിന്റെ തെറ്റുകൊണ്ടല്ല. ഇപ്പോൾ ഞാൻ മരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനുശേഷം ദയവായി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്റെ മരണാനന്തര ചടങ്ങ് അനുഷ്ഠിക്കാനായി എന്റെ ശരീരത്തെ അതിന്റെ കരങ്ങൾ ഒരു തമാല വൃക്ഷത്തെ വള്ളിച്ചെടികൾ എന്ന പോലെ ആലിംഗനം ചെയ്യുന്ന രീതിയിൽ വയ്ക്കണം. എന്തെന്നാൽ അപ്പോൾ എനിക്ക് ശല്യമില്ലാതെ എന്നേക്കും വൃന്ദാവനത്തിൽ തുടരാം. ഇതാണ് എന്റെ അവസാനത്തെ അപേക്ഷ. ഈ ശ്ലോകങ്ങളൊക്കെ വിദഗ്ധ മാധവത്തിൽ നിന്നുള്ളതാണ്. രാമാനന്ദരായർ ചോദിച്ചു, ഭാവഭരിത പ്രേമത്തിന്റെ സ്വഭാവ വിശേഷതകൾ എന്തൊക്കെയാണ്? രൂപഗോസ്വാമി മറുപടി പറഞ്ഞു, കൃഷ്ണനോടുള്ള ഭാവഭരിത പ്രേമത്തിന്റെ സ്വഭാവം ഇപ്രകാരമാണ്. എന്റെ സുന്ദരിയായ പ്രിയസഖി, ഒരുവനിൽ നന്ദഗോപതനയനായ കൃഷ്ണനോടുള്ള പ്രേമം വികസിച്ചാൽ ആ പ്രേമത്തിന്റെ എല്ലാ കയ്പും മധുരവുമുള്ള സ്വാധീനവും അവന്റെ ഹൃദയത്തിൽ പ്രകടമാകും. അത്തരം ഭഗവത് പ്രേമം 2 വിധത്തിൽ പ്രവർത്തിക്കുന്നു. ഭഗവത് പ്രേമത്തിന്റെ വിഷമയമായ ഫലങ്ങൾ സർപ്പത്തിന്റെ കഠിനവും നവ്യവുമായ വിഷത്തെ തോൽപ്പിക്കുന്നു. എങ്കിലും അതേസമയം ദിവ്യമായ പരമാനന്ദവും അത് താഴേക്ക് ചെരിയുകയും സർപ്പത്തിന്റെ വിഷലിപ്തമായ ഫലങ്ങളെ പരാജയപ്പെടുത്തുകയും അതേപോലെ ശിരസിൽ അമൃതം ചൊരിയപ്പെടുന്നതിന്റെ സുഖം ലഭ്യമാവുകയും ചെയ്തു. ഒരേ സമയം വിഷമയമായും അമൃതമയമായും അത് ഇരട്ട ഫലങ്ങൾ അനുഭവവേദ്യമാകും. രാമാനന്ദരായർ പിന്നെയും ചോദിച്ചു, ഭഗവത് പ്രേമത്തിന്റെ ഉണർവിന്റെ സഹജ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രൂപഗോസ്വാമി മറുപടി പറഞ്ഞു, ഭഗവത് പ്രേമത്തിന്റെ സഹജമായ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഒരുവൻ തന്റെ പ്രേമഭാജനത്തിൽ നിന്ന് സ്തുതി കേൾക്കുമ്പോൾ ബാഹ്യമായി നിസ്സംഗത പാലിക്കുകയും പക്ഷെ ഹൃദയത്തിനുള്ളിൽ വേദന അനുഭവിക്കുകയും ചെയ്തു. തന്റെ സ്നേഹഭാജനം തന്നെക്കുറിച്ച് കുറ്റാരോപണങ്ങൾ നടത്തുന്നത് കേൾക്കുമ്പോൾ അവ തമാശയായി കണക്കാക്കുകയും സന്തോഷം അനുഭവിക്കുകയും ചെയ്തു. തന്റെ പ്രേമഭാജനത്തിൽ തെറ്റുകൾ കാണുമ്പോൾ അവ സ്നേഹത്തെ ക്ഷയിപ്പിക്കുന്നില്ല. പ്രിയതമയുടെ ശ്രേഷ്ഠ ഗുണങ്ങൾ അവന്റെ സഹജമായ പ്രേമത്തെ വർദ്ധിപ്പിക്കുന്നതുമില്ല. അപ്രകാരം സഹജമായ പ്രേമം ഏത് പരിസ്ഥിതിയിലും തുടരുന്നു. നൈസർഗികമായ ഭഗവത് പ്രേമം ഹൃദയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. എന്റെ ക്രൂരതയെക്കുറിച്ച് കേൾക്കുമ്പോൾ ചന്ദ്രമുഖിയായ ശ്രീമതി രാധാറാണി അവളുടെ നോവുന്ന ഹൃദയത്തിൽ എന്തെങ്കിലും വിധത്തിൽ സഹനത പുലർത്തിയേക്കാം. എന്നാൽ പിന്നീട് അവൾ എനിക്കെതിരെ തിരിഞ്ഞേക്കാം. അല്ലെങ്കിൽ തീർച്ചയായും ശക്തനായ കാമദേവന്റെ ബാണത്താൽ ഉണ്ടാകുന്ന കാമത്തെ ഭയന്ന് സ്വജീവൻ പോലും ഉപേക്ഷിച്ചേക്കാം. ആ കഷ്ടം അവളുടെ മൃദുവായ പ്രേമവല്ലരി ഫലവത്താകാൻ തയ്യാറെടുക്കുമ്പോൾ ഞാൻ മൗഢ്യത്താൽ അതിനെ വേരോടെ പിഴുതെറിഞ്ഞുവല്ലോ. പ്രിയസഖി, അവിടുത്തെ സംഘസുഖവും ആലിംഗനവും ആശിച്ച് ഞാൻ എന്റെ മുതിർന്നവരെ പോലും അവഗണിക്കുകയും ലജ്ജയും ഗൗരവവും അവർക്ക് മുന്നിൽ ശിഥിലമാക്കുകയും ചെയ്തു. അതിലുപരി നീ എന്റെ ഉത്തമ സുഹൃത്തും എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവളുമായിട്ടും ഞാൻ നിനക്ക് ധാരാളം ക്ലേശങ്ങൾ ഉണ്ടാക്കി. ഉത്കൃഷ്ടരായ സ്ത്രീകൾ പാലിക്കുന്ന പാതിവൃത്യത്തിന്റെ പ്രതിജ്ഞ പോലും ഞാൻ അവഗണിച്ചു. ആ കഷ്ടം ഇപ്പോൾ അവിടുന്ന് എന്നെ അവഗണിച്ചിട്ടും പാപിയായ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആകിയാൽ എന്റെ ക്ഷമയെന്ന ശീലം അപലനീയം തന്നെ. ഞാൻ ഗൃഹത്തിൽ ബാലിശമായ
പ്രവൃത്തികളിൽ മുഴുകി കഴിയുകയായിരുന്നു. എന്റെ ബാലിശമായ നിഷ്കളങ്കത നിമിത്തം എനിക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ അങ്ങയിലേക്ക് വളരെയധികം ആകർഷിതമാക്കാൻ നിർബന്ധരാക്കിയിട്ട് പിന്നീട് അവഗണിക്കുന്നത് അങ്ങേക്ക് യോജിച്ചതാണോ? ഇപ്പോൾ അങ്ങേക്ക് ഞങ്ങളോട് താല്പര്യമില്ലാതായിരിക്കുന്നു. ഇത് ശരിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ ഹൃദയങ്ങൾ ക്ലേശങ്ങളാൽ വളരെയധികം മലിനമാക്കപ്പെട്ടതിനാൽ ഞങ്ങൾ തീർച്ചയായും അധോലോകത്തിലേക്ക് പോകും. എന്നിരുന്നാലും കൃഷ്ണൻ തന്റെ വഞ്ചന നിറഞ്ഞ സുന്ദരമായ പുഞ്ചിരി ഉപേക്ഷിക്കുന്നു. അല്ലയോ ശ്രീമതി രാധാറാണി, ഭവതി വളരെ ബുദ്ധിമതിയാണ്. ഗോപന്മാരുടെ പരിസരത്തു നിന്നുള്ള ചതിയനായ ഈ വിശേലമ്പടനുമായി ഇത്രയും അഗാധമായ ഒരു പ്രേമബന്ധം നിന്നിൽ എങ്ങനെയാണ് വളർന്നത്? അല്ലയോ കൃഷ്ണ ഭഗവാനെ, അങ്ങൊരു സാഗരം പോലെയാണ്. ശ്രീമതി രാധാറാണിയാകുന്ന നദി ദീർഘദൂരം താണ്ടി അങ്ങയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവളുടെ ഭർത്താവാകുന്ന വൃക്ഷത്തെ പിന്നിൽ ഉപേക്ഷിച്ചും സാമൂഹിക മര്യാദകളുടെ പാലം തകർത്തും മുതിർന്ന ബന്ധുക്കളാകുന്ന മലകളെ അതിലംഘിച്ചും അങ്ങയോടുള്ള പ്രേമത്തിന്റെ നവ്യമായ വികാരങ്ങൾ മൂലം ഇവിടെ എത്തിയ ആ നദിക്ക് അങ്ങയുടെ അഭയം ലഭിച്ചെങ്കിലും ഇപ്പോൾ അങ്ങ് പ്രതികൂലമായ വാക്കുകളുടെ തിരമാലകളാൽ അവളെ തിരിച്ചയക്കാൻ ശ്രമിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ മനോഭാവം വ്യാപിപ്പിക്കുന്നത്? ശ്രീ രാമാനന്ദരായർ അടുത്തതായി ചോദിച്ചു, വൃന്ദാവനവും അതീന്ദ്രിയ മുരളികയുടെ നാദസ്പന്ദനവും കൃഷ്ണനും രാധികയും തമ്മിലുള്ള ബന്ധവും താങ്കൾ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ദയവായി എന്നോട് ഇതെല്ലാം പറയും. എന്തെന്നാൽ താങ്കളുടെ കവിത്വ പാഠവും അത്ഭുതകരമാണ്. രാമാനന്ദരായർക്ക് നമസ്കാരങ്ങൾ അർപ്പിച്ചു രൂപഗോസ്വാമി ആ ചോദ്യങ്ങൾക്ക് ക്രമമായി ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങി. പുതുതായി വിടർന്ന മാമ്പൂക്കളിൽ നിന്ന് ഊറി വരുന്ന മധുരവും സുഗന്ധവുമുള്ള മധു തേൻപണ്ടുകളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്നു. ചന്ദനമരങ്ങൾ നിറഞ്ഞ മലയപർവ്വതത്തിൽ നിന്നും വീശി വരുന്ന മന്ദമാരുതനിൽ ഈ വനം ആടിയിലെന്നു പ്രകാരം വൃന്ദാവനം എന്റെ ദിവ്യമായ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നു. വൃന്ദാവനം ദിവ്യലതാപരീതം ലതാശ പുഷ്പസ്ഫുരിതാഗ്രഭാജ പുഷ്പാനി ചീതമധുവ്രതാനി മധുവ്രതാശ്രുതിഹരീഗീത. എന്റെ പ്രിയ സഖേ, ഈ വൃന്ദാവന വിപിനം ദിവ്യലതകളാലും വൃക്ഷങ്ങളാലും നിറഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ലതകളുടെ അഗ്രങ്ങൾ പുഷ്പങ്ങളാൽ സമൃദ്ധമാണ്. ലഹരി പിടിച്ച വണ്ടുകൾ കാതിന് ഇമ്പം പകരുകയും വേദമന്ത്രങ്ങളെ പോലും തോൽപ്പിക്കുകയും ചെയ്യുന്ന ഗീതങ്ങൾ പാടി അവയ്ക്ക് ചുറ്റും മൂളിപ്പറക്കും. വിദഗ്ധ മതത്തിലെ ഈ ശ്ലോകം ബൽരാമൻ തന്റെ സഖാവായ ശ്രീദാമാവിനോട് പറയുന്നതാണ്. എന്റെ പ്രിയ സഖേ, ഈ വൃന്ദാവന വിപിനം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പലവിധത്തിൽ ആനന്ദമേകുന്നു. ചിലയിടങ്ങളിൽ വണ്ടുകൾ കൂട്ടമായി മൂളിപ്പാടുന്നു. ചിലയിടങ്ങളിൽ മന്ദമാരുതൻ അന്തരീക്ഷത്തെ ആകെ ശീതളമാക്കുന്നു. ചിലയിടങ്ങളിൽ വള്ളിച്ചെടികളും വിശ്വശിഖരങ്ങളും നൃത്തം ചെയ്യുന്നു. മല്ലികപ്പൂക്കൾ അവയുടെ സൗരഭ്യം പരത്തുന്നു. മാതള നാരക ഫലങ്ങളിൽ നിന്ന് സമൃദ്ധമായി നീർ ചുരുന്നൊഴുകുന്നു. കൃഷ്ണന്റെ 3 അങ്കുലം നീളമുള്ള ലീലാമുരളി ഇന്ദ്രനീല രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ്. അതിന്റെ അഗ്രങ്ങളിൽ അതിമനോഹരമായി വെട്ടിത്തിളങ്ങുന്ന അരുണരത്നങ്ങളും അഥവാ മാണിക്യക്കല്ലുകളും അഗ്രങ്ങൾക്കിടയിൽ സ്വർണം പൂശിയ തണ്ടിൽ മിന്നിത്തിളങ്ങുന്ന വൈരക്കല്ലുകളും പതിച്ചു. കൃഷ്ണന് പ്രിയപ്പെട്ട ഈ മംഗളകരമായ മുരളി അവിടുത്തെ കരത്തിൽ ദിവ്യശോഭയോടെ തിളങ്ങുന്നു. പ്രിയ സഖി മുരളികെ, നീ അതിശ്രേഷ്ഠമായ വംശത്തിലാണ് ജനിച്ചതെന്ന് തോന്നുന്നു. എന്തെന്നാൽ കൃഷ്ണന്റെ കരങ്ങളിലാണ് നിന്റെ വാസം. ജന്മം കൊണ്ട് തന്നെ സരളമായ നിനക്ക് ഒട്ടും വക്രതയില്ല. പിന്നെ ഗോപാങ്കനങ്ങളെ വശീകരിക്കുന്ന ആപൽക്കരമായ ഈ മന്ത്രദീക്ഷ നീ എന്തിനെ സ്വീകരിക്കുന്നു? പ്രിയ സഖി മുരളി, നിനക്ക് വാസ്തവത്തിൽ ധാരാളം സുഷിരങ്ങൾ അഥവാ ദോഷങ്ങളുണ്ട്. നീ ലഘുവും കഠിനയും രസഹീനയും ധാരാളം കെട്ടുകൾ നിറഞ്ഞവളുമാണ്. എന്നാൽ ഏതുതരം പുണ്യകർമ്മങ്ങളാണ് നിന്നെ ഭഗവാനാൽ ചുംബിക്കപ്പെടാനും കരങ്ങളാൽ ആലിംഗനം ചെയ്യപ്പെടാനുമുള്ള സേവനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കൃഷ്ണന്റെ ദിവ്യമായ ഓടക്കുഴൽ നാദം കാർമേഘങ്ങളുടെ ചലനത്തെ പ്രതിരോധിക്കുകയും ഗന്ധർവന്മാരെ അതിശയത്തിലാഴ്ത്തുകയും സനന്ദാദി ഋഷിവര്യന്മാരുടെ ധ്യാനത്തെ പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തു. അത് ബ്രഹ്മദേവനെ വിസ്മയിപ്പിച്ചു. സുസ്ഥിരനായ ബലിമഹാരാജാവിന്റെ മനസ്സിനെ ഇളക്കി മറിച്ച അതീന്ദ്രിയ ആകാംക്ഷയുണ്ടാക്കി. ഗ്രഹങ്ങളെ താങ്ങി നിൽക്കുന്ന നാഗേന്ദ്രനായ അനന്തനെ ചുഴറ്റുകയും ബ്രഹ്മാണ്ടത്തിന്റെ ശക്തമായ ആവരണങ്ങളെ ഭേദിക്കുകയും ചെയ്തു. പ്രകാരം കൃഷ്ണന്റെ കയ്യിലെ ഓടക്കുഴൽ നാദം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. കൃഷ്ണന്റെ നയനലാവണ്യം വെൺതാമര മലരുകളുടെ ശോഭയെ വിരുന്നതാണ്.
അവിടുത്തെ പീതാംബരങ്ങൾ കുങ്കുമം കൊണ്ടുള്ള നവ്യമായ അലങ്കാരങ്ങളുടെ കാന്തിയെ അതിക്രമിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട വനപുഷ്പങ്ങൾ കൊണ്ടുള്ള അവിടുത്തെ ആഭരണങ്ങൾ അത്യുത്തമ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തെ കീഴടക്കുന്നു. അവിടുത്തെ അംഗലാവണ്യം മരതകമണിയേക്കാൾ മനോഹരമായ ഉജ്ജ്വല ശോഭയാർന്നതത്രേ. പരമസുന്ദരിയായ ഹേ സഖി, ദിവ്യമായ പരമാനന്ദ സ്വരൂപനായി നിന്റെ മുന്നിൽ നിൽക്കുന്ന പരമപുരുഷ ഭഗവാനെ ദയവായി സ്വീകരിക്കും. അവിടുത്തെ നേത്രാഞ്ചലങ്ങൾ വശങ്ങളിലേക്ക് അലഞ്ഞു തിരിയുകയും കൺപുരികങ്ങൾ താമരപ്പൂവിന് സദൃശമായ അവിടുത്തെ തിരുമുഖത്ത് വണ്ടുകൾ എന്ന പോലെ സാവധാനം ചലിക്കുകയും ചെയ്യും. ഇടത് കണങ്കാലിന്റെ താഴത്ത് അരികിൽ വലത് കാലിന്റെ പാദം ചേർത്ത് വെച്ച് ശരീരത്തിന്റെ മധ്യഭാഗത്ത് ത്രിഭംഗങ്ങളോടെ കഴുത്ത് ആകർഷകമായ ഒരു വശത്തേക്ക് ചരിച്ചു വെച്ച് നിൽക്കുന്ന അവിടുന്ന് മനോഹരമായ കൂമ്പിയ അതരങ്ങളിൽ ചേർത്ത ഓടക്കുഴലിൽ അങ്ങുമിങ്ങും വിരലുകൾ ഓടിക്കുന്നു. അല്ലയോ സഖി, അല്ലയോ സുമുഖി, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ശില്പി ആര്? അവിടുന്ന് തന്റെ പ്രേമ കടാശങ്ങളുടെ മൂർച്ചയേറിയ ഉളികൾ കൊണ്ട് നിരവധി സ്ത്രീകളുടെ പാതിവൃത്യ ധർമ്മമാകുന്ന കഠിനമായ കല്ലുകളെ വിളർക്കുന്നു. എണ്ണമറ്റ മരതക രത്നങ്ങളുടെ ഉജ്ജ്വല ശോഭയെ അതിലംഘിക്കുന്ന സ്വന്തം ശരീരകാന്തി കൊണ്ട് അവിടുന്ന് അതേസമയം തന്റെ ലീലകൾക്ക് വേണ്ടി സ്വകാര്യ സംഗമ സ്ഥലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രിയസഖി, വ്രജേന്ദ്രകുലത്തിലെ ചന്ദ്രനും നവയൗവനയുക്തനുമായ ശ്രീകൃഷ്ണൻ അമൂല്യമായ രത്നസഞ്ചയങ്ങളുടെ ശോഭയെ തോൽപ്പിക്കും വിധം അതിസുന്ദരനാണ്. അവിടുത്തെ ഓടക്കുഴൽ നാദത്തിന് എല്ലാ സ്തുതികളും. എന്തെന്നാൽ അത് പതിവ്രതകളായ കുലസ്ത്രീകളുടെ ഇറുകിയ വസ്ത്രങ്ങളും കച്ചകളും അയച്ച് തന്ത്രപൂർവം അവരുടെ ക്ഷമയെ തകർത്തു. ശ്രീമതി രാധാറാണിയുടെ അക്ഷികളുടെ സൗന്ദര്യം പുതിയതായി വിടർന്ന നീലത്താമരകളുടെ സൗന്ദര്യത്തെ പോലും ബലമായി ഗ്രസിക്കുകയും അവളുടെ ലാവണ്യം പ്രഫുല്ലമായ താമരപ്പൂക്കളുടെ ഒരു വനത്തെ മുഴുവനായും ഉല്ലംഘിക്കുകയും ചെയ്യുന്നു. അവളുടെ ദേഹകാന്തി സ്വർണത്തെ പോലും കഷ്ടദശയിലാക്കുന്നത് പോലെ തോന്നിക്കുന്നു. അപ്രകാരം ശ്രീമതി രാധാറാണി ഒരു വിസ്മയകരവും അത്ഭുതപൂർവവുമായ ലാവണ്യം വൃന്ദാവനത്തിൽ ഉണരുന്നു. ചന്ദ്രപ്രഭ ആദ്യം രാത്രിയിൽ ഉജ്ജ്വലമാണെങ്കിലും പകൽ അത് മങ്ങിപ്പോകുന്നു. അതുപോലെ താമരപ്പൂ പകൽ സമയത്ത് സുന്ദരമാണെങ്കിലും രാത്രിയിൽ അത് കുമ്പിപ്പോകുന്നു. പക്ഷേ ഹേ സഖേ, എന്റെ പ്രിയപ്പെട്ട ശ്രീമതി രാധാറാണിയുടെ മുഖം എല്ലായ്പ്പോഴും പകലിലും രാത്രിയിലും ഒരുപോലെ സുന്ദരവും ഉജ്ജ്വലവുമാണ്. അതിനാൽ അവളുടെ മുഖത്തെ എന്തിനോടാണ് തുലനം ചെയ്യാൻ കഴിയുക? ശ്രീമതി രാധാറാണി മന്ദഹസിക്കുമ്പോൾ അവളുടെ കവിൾത്തടങ്ങളിലൂടെ ഉല്ലാസ തരംഗങ്ങൾ ഒഴുകിപ്പരക്കുകയും അവളുടെ കാമധനുസ് പോലെ വളഞ്ഞ കൺപുരികങ്ങൾ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അവളുടെ കടാക്ഷം ലഹരി ബാധിച്ചത് മൂലം ഉന്മത്തമായി നൃത്തം ചെയ്യുന്ന ഒരു വണ്ടിന്റെ ചഞ്ചലമായ ചലനം പോലെ അത്യന്തം വശീകരിക്കുന്നതാണ്. ആ വണ്ട് എന്റെ ഹൃദയ ചുഴിയെ ദംശിച്ചിരിക്കുന്നു. രൂപഗോസ്വാമി ആലപിച്ച ഈ ശ്ലോകങ്ങൾ കേട്ടിട്ട് ശ്രീല രാമാനന്ദരായർ പറഞ്ഞു, താങ്കളുടെ കാവ്യാവതരണങ്ങൾ അമൃതിന്റെ ഇടമുറിയാത്ത ധാര പോലെയാണ്. ദയവായി രണ്ടാമത്തെ നാടകത്തിന്റെ പ്രാരംഭ ഭാഗം എന്നെ കേൾപ്പിച്ചാൽ. ശ്രീല രൂപഗോസ്വാമി പറഞ്ഞു, അത്യുജ്വലമായ സൂര്യപ്രകാശം പോലുള്ള താങ്കളുടെ സാന്നിധ്യത്തിൽ ഞാൻ കേവലം ഒരു മിന്നാമിനുങ്ങിന്റെ പ്രകാശം പോലെ നിസാരനാണ്. താങ്കളുടെ മുന്നിൽ ഞാൻ വായ തുറക്കുന്നത് പോലും ധാർഷ്ട്യമാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ലളിത മാധവത്തിന്റെ പ്രാരംഭ ശ്ലോകം ചൊല്ലി. സുരരിഭു സൃദുഷാം പുരോജഗോകാൻ മുഖകമലാനി ചകേതയന്ന ഗണ്ഡഃ ചിരമഖില സുഹൃച്ചകോരനന്ദി ദിശതു മുകുന്ദയ ശശി മൃദു ദിശതു മുകുന്ദയ ശശി മുദംവഹ. മുകുന്ദന്റെ ചന്ദ്രനെ പോലെ മനോഹരമായ മഹിമകൾ അസുരപത്നിമാരുടെ കമല സദൃശ്യമായ മുഖങ്ങൾക്കും ചക്രവാക പക്ഷികളെ പോലുള്ള അവരുടെ ഉയർന്ന സ്ഥാനങ്ങൾക്കും ദുഃഖം നൽകുന്നു. എന്നാൽ ആ മഹിമകൾ ചകോര പക്ഷികളെ പോലുള്ള അവിടുത്തെ ഭക്തർക്ക് പ്രിയങ്കരമാണ്. ആ മഹിമകൾ നിങ്ങൾക്കെല്ലാം എല്ലായ്പ്പോഴും സന്തോഷം നൽകട്ടെ. ശ്രീ രാമാനന്ദരായർ പിന്നീട് രണ്ടാമത്തെ നന്ദി ശ്ലോകം ആരാഞ്ഞപ്പോൾ ശ്രീ രൂപഗോസ്വാമി അല്പം സങ്കോചപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹം അത് ചൊല്ലിത്തുടങ്ങി. നിജപ്രണീതാം സുതാമുദയമാപ്നുവന്യശിതോ വിരതിയലം മുരീകൃതതിജകുലാതിരാജസ്ഥിതി സലുഞ്ചിതമസ്തതിർമമ സജീസുതാക്യ ശശി വശീകൃത ജഗന്മന കിമപി ശർമ്മ വിനിസൃതു. സജീസുതൻ എന്നറിയപ്പെടുന്ന ചന്ദ്രസദൃശനായ പരമപുരുഷനായ ഭഗവാൻ
ഇപ്പോൾ സ്വന്തം ഭക്തിയുത പ്രേമം വ്യാപിപ്പിക്കുന്നതിന് ഭൂമിയിൽ ആവിർഭവിച്ചിരിക്കുന്നു. അവിടുന്ന് ബ്രാഹ്മണ കുലത്തിന്റെ ചക്രവർത്തിയാണ്. അജ്ഞതയുടെ എല്ലാ അന്ധകാരം അകറ്റുവാനും ജഗത്തിലെ എല്ലാവരുടെയും മനസ്സിനെ വശീകരിക്കാനും അവിടുന്ന് കഴിയും. ആ ഉദിച്ചിരുന്ന ചന്ദ്രൻ നമ്മുടെ മേലെ എല്ലാ സൗഭാഗ്യങ്ങളും ചൊരിയുമാറാകട്ടെ. ഈ ശ്ലോകം കേട്ടപ്പോൾ ശ്രീചൈതന്യ മഹാപ്രഭു ഉള്ളിൽ വളരെ സന്തുഷ്ടനായെങ്കിലും ബാഹ്യമായി കുപിതനായതുപോലെ പറഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ ലീലകളുടെ രസങ്ങൾ സംബന്ധിച്ച താങ്കളുടെ ഉത്കൃഷ്ടമായ കാവ്യാത്മക വർണ്ണനകൾ അമൃതസാഗരം പോലെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ പറ്റിയുള്ള തെറ്റായ ഒരു സ്തുതി അതിൽ ഉൾപ്പെടുത്തിയത്? അത് അത്യന്തം വെറുപ്പുളവാക്കുന്ന ക്ഷാരത്തിന്റെ ഒരു തുള്ളി പോലെയാണ്. രാമാനന്ദരായർ അതിനെ പ്രതികൂലിച്ചു. അത് ക്ഷാരമേ അല്ല, അദ്ദേഹം തന്റെ ശ്രേഷ്ഠമായ കാവ്യാമൃതത്തിൽ നിക്ഷേപിച്ചത് കർപ്പൂരത്തിന്റെ ഒരു ബിന്ദുവായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, പ്രിയപ്പെട്ട രാമാനന്ദരായ, ഈ കാവ്യാവിഷ്കാരങ്ങൾ ശ്രവിക്കുന്നതിൽ താങ്കൾ ആഹ്ലാദവാനാണ്. പക്ഷെ അവ കേൾക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഈ ശ്ലോകത്തിന്റെ പ്രതിപാദ്യ വിഷയത്തെ സാമാന്യ ജനങ്ങൾ പരിഹസിക്കും. രാമാനന്ദരായർ പറഞ്ഞു, പരിഹസിക്കുന്നതിന് പകരം അത്തരം കാവ്യം ശ്രവിക്കുന്നതിൽ സാമാന്യ ജനങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. കാരണം ആരാധ്യമൂർത്തിയെക്കുറിച്ചുള്ള ആരംഭ സ്മരണ സൗഭാഗ്യം പ്രദാനം ചെയ്യും. രാമാനന്ദരായർ ചോദിച്ചു, ശൈലിയുടെ ഏത് ഉപവിഭാഗത്തിലാണ് കഥാപാത്രങ്ങൾ പ്രവേശിക്കുക? രൂപഗോസ്വാമി അപ്പോൾ പ്രത്യേകിച്ച് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അപരിഷ്കൃതരായ മനുഷ്യരുടെ ഭരണാധികാരിയെ അഥവാ കംസൻ വധിച്ചതിന് ശേഷം വേദിയിൽ നൃത്തം ചെയ്യുന്നതിൽ സർവകലകളുടെയും തലവനായ ഭഗവാൻ കൃഷ്ണൻ ഉചിതമായ നിമിഷത്തിൽ എല്ലാ ദിവ്യ ഗുണവിശേഷങ്ങളാലും യോഗ്യയായ ശ്രീമതി രാധാറാണിയുടെ കരഗ്രഹിക്കും. ഈ ആമുഖത്തെ സാങ്കേതികമായി ഉദ്ഗാദിക്യമെന്നും മുഴുവൻ രംഗത്തെയും വീതി എന്നും വിളിക്കുന്നു. താങ്കൾ നാടകാവിഷ്കാരത്തിൽ വളരെ വിദഗ്ധനാണ്. അതിനാൽ താങ്കൾക്ക് മുന്നിലെ എന്റെ പ്രസ്താവനകൾ ഓരോന്നും ധാർഷ്ട്യത്തിന്റെ സമുദ്രത്തിൽ നിന്നുള്ള തിരമാല പോലെയാണ്. അവ്യക്തമായ ഒരു വാക്ക് വിശദീകരിക്കുന്നതിന് ജനങ്ങൾ പൊതുവെ അത് മറ്റു വാക്കുകളോട് യോജിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഉദ്യമത്തെ ഉദ്ഗാദികം എന്ന് വിളിക്കുന്നു. നാടകത്തിന്റെ വിവിധ ഭാഗങ്ങളെ പറ്റി ഇനിയും പറയുവാൻ രാമാനന്ദരായർ അഭ്യർത്ഥിച്ചപ്പോൾ ശ്രീ രൂപഗോസ്വാമി തന്റെ ലളിതമാധവം സംഗ്രഹമായി ധരിച്ചു. ഹരിമുദ്ദിശ്യതേ രാജോപരഃ ഹരിമുദ്ദിശ്യതോ രജോപരഃ പുരത സംഗമയതിഹാമും തമഃ പ്രജവാമദൃശാം നവദ്ദതീഃ പ്രകടാ സർവദൃശശ്രുതോരപി. പാതയിലെ പശുക്കളിൽ നിന്നും കിടാങ്ങളിൽ നിന്നുമുള്ള പൊടിപടലം ഒരു തരം ഇരുൾ സൃഷ്ടിക്കുന്നു. ഇത് കൃഷ്ണൻ മേച്ചിസ്ഥലത്ത് നിന്ന് ഗൃഹത്തിലേക്ക് മടങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു. സായാഹ്നത്തിലെ അന്ധകാരം കൃഷ്ണനെ കണ്ടുമുട്ടാൻ വ്രജധരണികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്രകാരം കൃഷ്ണന്റെയും ഗോപികമാരുടെയും ലീലകൾ ഒരുതരം ദിവ്യമായ അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ സാധാരണ വേദപണ്ഡിതന്മാർക്ക് അത് കാണുക അസാധ്യമാണ്. ഭഗവാൻ കൃഷ്ണന്റെ ആധികാരിക ദ്വിതികയായ മധുരമായ ഓടക്കുഴൽ നാദം വിജയിക്കട്ടെ. എന്തെന്നാൽ അത് ശ്രീമതി രാധാറാണിയെ വിദഗ്ധമായി അവളുടെ ലജ്ജയിൽ നിന്നും സ്വതന്ത്രമാക്കുകയും ഗൃഹത്തിൽ നിന്നും വനത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. പ്രിയസഖി, നിർഭയനായ ഈ യുവാവ് ആരാണ്? അദ്ദേഹം മിന്നിജ്വലിക്കുന്ന മേഘം പോലെ ഉജ്ജ്വല പ്രകാശമുള്ളവനും മതയാനയെ പോലെ തന്റെ ലീലകളിൽ വിഹരിക്കുന്നവനുമാണ്. അദ്ദേഹം എവിടെ നിന്നാണ് വ്രജഭൂമിയിലേക്ക് വന്നത്? അഹോ, അദ്ദേഹം തന്റെ ചലനങ്ങളിലൂടെയും ആകർഷകമായ കടക്കൺ നോട്ടങ്ങളിലൂടെയും എന്റെ ഹൃദയത്തിന്റെ ഉൾക്കാമ്പിൽ നിന്നും ക്ഷമയാകുന്ന നിധിയെ കൊള്ളയടിക്കുന്നു. എന്റെ മനോഗജം ലീലകൾ ആസ്വദിക്കുന്ന ഗംഗയാണ് ശ്രീമതി രാധാറാണി. എന്റെ കണ്ണുകളാകുന്ന ചകോര പക്ഷികൾക്ക് ശരത്കാലപൂർണ്ണ ചന്ദ്രന പ്രഭയാണ് അവൾ. എന്റെ വശസ്സാകുന്ന നഭോസീമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണമായ ഉജ്ജ്വലവും സുന്ദരവുമായ നക്ഷത്ര വിന്യാസമാണ് അവൾ. ഇന്ന് എന്റെ ഉന്നതമായ മനോനിലയിൽ ഞാൻ ശ്രീമതി രാധാറാണിയെ നേടിയിരിക്കുന്നു. രാധാറാണിയെ കുറിച്ചുള്ള ഭഗവാന്റെ ചിന്തകളെ കുറിച്ച് പറയുന്നതാണ് ലളിതമാധവത്തില്. ഇത് കേട്ടിട്ട് ശ്രീല രാമാനന്ദരായർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദാംബുജങ്ങളിൽ രൂപഗോസ്വാമിയുടെ ഉത്കൃഷ്ടമായ കവിത്വത്തെ ഉണർത്തിക്കുകയും 1000 വചനങ്ങൾ കൊണ്ടെന്ന പോലെ അതിനെ പ്രശംസിക്കാൻ തുടങ്ങുകയും ചെയ്തു. ശ്രീ രാമാനന്ദരായർ പറഞ്ഞു, ഇതൊരു കാവ്യാത്മകമായ അവതരണമല്ല, തുടർച്ചയായ ഒരു അമൃതവർഷമാണ്.
വാസ്തവത്തിൽ ഇത് എല്ലാ ആത്യന്തിക സാക്ഷാത്കാരങ്ങളുടെയും സാരസത്ത നാടകരൂപേണ ആവിർഭാവിച്ചിരിക്കുന്നതാണ്. രൂപഗോസ്വാമിയുടെ അത്ഭുതകരമായ വിവരണങ്ങൾ പ്രേമ വിഷയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള പരമശ്രേഷ്ഠമായ സജ്ജീകരണമാണ്. അവയെ ശ്രവിക്കുന്നത് ശ്രോതാക്കളുടെ ഹൃദയത്തെയും കർണങ്ങളുടെയും ദിവ്യമായ ആനന്ദ നിർവൃതിയുടെ നീർച്ചുഴിയിൽ മഗ്നമാക്കും. ഒരു വില്ലാളിയുടെ ശരമോ ഒരു കവിയുടെ കാവ്യമോ ഹൃദയത്തിൽ തുളച്ചു കയറുകയും എന്നാൽ തലചുറ്റൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അവ കൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങയുടെ കാരുണ്യമില്ലാത്ത ഒരു സാധാരണ ജീവിതത്തിക്ക് ഇത്തരം കാവ്യാത്മക ആവിഷ്കാരങ്ങൾ രചിക്കുക അസാധ്യമാണ്. അങ്ങ് അദ്ദേഹത്തിന് ശക്തി നൽകിയിട്ടുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു മറുപടി പറഞ്ഞു, ഞാൻ ശ്രീലരൂപ ഗോസ്വാമിയെ പ്രയാഗിയിൽ കണ്ടുമുട്ടി. തന്റെ ഗുണങ്ങളാൽ അദ്ദേഹം എന്നെ ആകർഷിക്കുകയും സന്തുഷ്ടനാക്കുകയും ചെയ്തു. ശ്രീലരൂപ ഗോസ്വാമിയുടെ അതീന്ദ്രിയ കാവ്യത്തിന്റെ രൂപകങ്ങളെയും സാഹിത്യപരമായ ഇതര അലങ്കാരങ്ങളെയും ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രശംസിച്ചു. അത്തരം കാവ്യാത്മകമായ ഗുണവിശേഷങ്ങൾ അല്ലാതെ അതീന്ദ്രിയ രസങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് അവിടുന്ന് പറഞ്ഞു. ഭാവഭരിതമായ ഭഗവത് പ്രേമത്താൽ പൂരിതമായ വൃന്ദാവന ലീലകൾ അനുസ്യൂതം വർണ്ണിക്കുവാൻ രൂപഗോസ്വാമിക്ക് സാധിക്കുവാനായി അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ സ്വകാര്യ സഹായികളോടെല്ലാം അഭ്യർത്ഥിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയുടെ ജ്യേഷ്ഠ സഹോദരനായ സനാതന ഗോസ്വാമി മഹാജ്ഞാനിയും അഭിജ്ഞനായ പണ്ഡിതനുമാണ്. അദ്ദേഹത്തിന് സമാനമായി ആരും. ശ്രീ ചൈതന്യ മഹാപ്രഭു രാമാനന്ദരായരോട് പറഞ്ഞു, സനാതന ഗോസ്വാമിയുടെ ഭൗതിക ബന്ധനങ്ങളുടെ പരിത്യാഗം താങ്കളുടേതുപോലെ തന്നെയാണ്. വിനയവും വൈരാഗ്യവും ഉന്നതമായ ജ്ഞാനവും അദ്ദേഹത്തിൽ ഒരേ സമയം നിലകൊള്ളും. ഈ രണ്ടു സഹോദരങ്ങൾക്കും ഞാൻ ഭക്തിശാസ്ത്രം വികസിപ്പിക്കുന്നതിനായി ശക്തി നൽകി വൃന്ദാവനത്തിലേക്ക് അയച്ചു. രാമാനന്ദരായർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് മറുപടി പറഞ്ഞു, മഹാപ്രഭു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. അങ്ങ് വിചാരിച്ചാൽ ഒരു മരപ്പാവയെ പോലും നൃത്തം ചെയ്യിക്കാൻ കഴിയും. എന്റെ വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയ അതീന്ദ്രിയ രസങ്ങൾ സംബന്ധിച്ച സത്യങ്ങൾ ശ്രീ രൂപഗോസ്വാമിയുടെ രചനകളിൽ വിശദീകരിച്ചിട്ടുള്ളത് ഞാൻ കാണുന്നു. ഭക്തരോടുള്ള അങ്ങയുടെ അഹേതുകമായ കാരുണ്യം മൂലം വൃന്ദാവനത്തിലെ അതീന്ദ്രിയ ലീലകൾ വിവരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അത് നിർവഹിക്കാനായി ശാക്തീകരിക്കപ്പെടുന്ന ഏതൊരാൾക്കും സമസ്ത ലോകത്തെയും അങ്ങയുടെ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിയും. ശ്രീ ചൈതന്യ മഹാപ്രഭു അനന്തരം രൂപഗോസ്വാമിയെ ആശ്ലേഷിക്കുകയും അവിടുന്ന് സന്നിഹിതരായിട്ടുള്ള എല്ലാ ഭക്തരെയും പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്വൈത ആചാര്യനും നിത്യാനന്ദ പ്രഭുവും മറ്റെല്ലാ ഭക്തരും രൂപഗോസ്വാമിയെ തിരികെ ആലിംഗനം ചെയ്ത് തങ്ങളുടെ അഹേതുകമായ കാരുണ്യം പ്രകടിപ്പിച്ചു. രൂപഗോസ്വാമിയോടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക കാരുണ്യവും രൂപഗോസ്വാമിയുടെ സദ്ഗുണങ്ങളും കണ്ട എല്ലാ ഭക്തരും അത്ഭുതസ്തബ്ധരായി. പിന്നീട് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ ഭക്തരോടൊപ്പം പോയി കഴിഞ്ഞപ്പോൾ ഹരിദാസ് ഠാക്കൂറും ശ്രീ രൂപഗോസ്വാമിയെ ആലിംഗനം ചെയ്തു. ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ സൗഭാഗ്യത്തിന് അതിരില്ല. അങ്ങ് വർണ്ണിച്ചവയുടെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ആർക്കും ആവില്ല. ശ്രീ രൂപഗോസ്വാമി പറഞ്ഞു, എനിക്കും ഒന്നും അറിയില്ല. എനിക്ക് പറയാൻ കഴിയുന്ന അതീന്ദ്രിയ വചനങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നെ കൊണ്ട് പറയിക്കുന്നവ മാത്രമാണ്. ഞാൻ മനുഷ്യരിൽ വെച്ച് അധമനും അജ്ഞാനിയുമാണെങ്കിലും മഹാപ്രഭു കാരുണ്യപൂർവ്വം എനിക്ക് ഭക്തിയുത സേവനത്തെ കുറിച്ചുള്ള അതീന്ദ്രിയ സാഹിത്യം രചിക്കുവാനുള്ള പ്രേരണ നൽകിയിരിക്കുന്നു. അതിനാൽ എനിക്ക് ഈ ഗ്രന്ഥങ്ങൾ രചിക്കാൻ അവസരം നൽകിയ പരമപുരുഷനായ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരണാരവിന്ദങ്ങളിൽ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഈ വിധത്തിൽ രൂപഗോസ്വാമി ഹരിദാസ് ഠാക്കൂറുമായുള്ള ഉറ്റ സഹവാസത്തിൽ കൃഷ്ണ ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്ത് വളരെ സന്തോഷപൂർവ്വം സമയം ചെലവഴിച്ചു. അപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തരും അവിടുന്നോടൊപ്പം 4 മാസം ചെലവഴിച്ചു. അതിനുശേഷം മഹാപ്രഭു അവർക്ക് വിട നൽകുകയും അവർ ബംഗാളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ശ്രീല രൂപഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ജഗന്നാഥപുരിയിൽ തുടരുകയും ഡോല യാത്ര ഉത്സവമായപ്പോൾ അവിടുന്നോടൊപ്പം അത്യാനന്ദത്തോടെ ഉത്സവം കാണുകയും ചെയ്തു. ഡോലയാത്ര ഉത്സവം സമാപിച്ചപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിക്കും യാത്രാനുമതി നൽകി. അവിടുന്ന് അദ്ദേഹത്തിന് ശക്തി പകർന്നു നൽകുകയും സർവ്വവിധ കാരുണ്യം ചൊരിയുകയും ചെയ്തു. ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യുക. മഹാപ്രഭു പറഞ്ഞു, താങ്കളുടെ ജ്യേഷ്ഠ സഹോദരനായ സനാതന ഗോസ്വാമിയെ
ഇവിടേക്ക് അയക്കുക. താങ്കൾ വൃന്ദാവനത്തിലേക്ക് പോയി അവിടെ താമസിക്കുകയും അതീന്ദ്രിയ സാഹിത്യം രചിക്കുകയും നഷ്ടപ്പെട്ട പുണ്യസ്ഥലങ്ങൾ കണ്ടെത്തുകയും വേണം. കൃഷ്ണ ഭഗവാന്റെ സേവനം സ്ഥാപിക്കുകയും കൃഷ്ണ ഭഗവാന്റെ ഭക്തിത സേവന രസങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഞാനും ഒരിക്കൽ കൂടി വൃന്ദാവനത്തിലേക്ക് വരുന്നതാണ്. അപ്രകാരം പറഞ്ഞ് ശ്രീ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയെ ആലിംഗനം ചെയ്യുകയും രൂപഗോസ്വാമി അപ്പോൾ മഹാപ്രഭുവിന്റെ പാദാംബുജങ്ങൾ തന്റെ ശിരസിൽ ഏറ്റുവാങ്ങുകയും ചെയ്തു. രൂപഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തരോടും വിടവാങ്ങി ബംഗാളിലൂടെയുള്ള പാതയിലൂടെ വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെയും രൂപഗോസ്വാമിയുടെയും രണ്ടാമത്തെ കൂടിക്കാഴ്ചയെ പറ്റി ഞാൻ വിവരിച്ചു. ഈ സംഭവം ശ്രവിക്കുന്ന ഏതൊരാളും തീർച്ചയായും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരണാരവിന്ദങ്ങളിൽ അഭയം നേടും. ശ്രീരൂപ രഘുനാഥ പാദേ ആരയാശ ശ്രീ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ശ്രീ രൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ ദൃശ്യാവടികൾ പിന്തുടർന്നുകൊണ്ടും ശ്രീ ചൈതന്യ ചരിതാമൃതം പറഞ്ഞു. ശ്രീ ചൈതന്യ ചരിതാമൃതം ജയ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ജയ ശിലപ്രഭുപാദിക്ക് ജയ ഗോവിന്ദരാജ് ജയ നിതായ ഗൗരവ പ്രേമാനന്ദി ഹരി ഹരേ കൃഷ്ണ. രണ്ടാമത്തെ അധ്യായം ചോട്ടാ ഹരിദാസൻ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ.